ഹായ് ഫ്രണ്ട്സ്, ലിനക്സ് സിസ്റ്റത്തിന്റെ അഡ്മിൻ പാസ്വേഡ് അഥവാ റൂട്ട് പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ബൈറ്റോളജിയുടെ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സ്കൂൾ എഡിഷനായ IT@school എന്ന സ്കൂൾ കമ്പ്യൂട്ടറിന്റെ അഡ്മിൻ പാസ്വേഡ് അഥവാ റൂട്ട് പാസ്വേഡ് മറന്നുപോയോ? ഇതാ അത് തിരിച്ചെടുക്കാൻ ഒരു എളുപ്പ വഴി. കൂടുതൽ അറിയാൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിന്റെ റൂട്ട് അഥവാ അഡ്മിൻ പാസ്വേഡ് മാറ്റുന്നതിന് 3 പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടത്. 1. ഗ്രബ് എഡിറ്റിംഗ്. 2. റൂട്ട് അഥവാ // ഡയറക്ടറിയിലേക്ക് റീഡ് റൈറ്റ് ആവശ്യത്തിന് വേണ്ടി മൗണ്ട് ചെയ്യൽ. 3. റൂട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യൽ. സ്റ്റെപ്പ് 1. ഗ്രബ് എഡിറ്റിംഗ്. റൂട്ട് പാസ്വേഡ് മാറ്റുന്നതിന്റെ ആദ്യത്തെ പ്രവൃത്തിയാണ് ഗ്രബ് അഥവാ GNU ലിനക്സ് ബൂട്ട് ലോഡർ എഡിറ്റിംഗ്. ഇവിടെ ഗ്രബ് എഡിറ്റ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിലെ പോസ്റ്റിംഗ് പ്രവൃത്തിക്ക് ശേഷം ബൂട്ടിംഗ് വിൻഡോയിൽ ഉബുണ്ടു ഇപ്രകാരം സെലക്ട് ചെയ്ത് കീബോർഡിൽ E എന്ന ലെറ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിൻഡോയിൽ ഗ്രബ് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ കേഴ്സർ പൊസിഷൻ ഈ ഗ്രബ് എഡിറ്റിംഗ് വിൻഡോയിൽ ഈ കാണുന്നത് പോലെ ദൃശ്യമാകും. തുടർന്ന് ഇവിടെ കാണുന്ന ഈ സെന്റൻസ് സെലക്ട് ചെയ്ത് അവിടെ rw init /bin/bash എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഈ ഭാഗം ഗ്രബിലേക്ക് സേവ് ചെയ്ത് നമുക്ക് ലിനക്സിന്റെ പ്രോംപ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്യണം. അതിനായി കീബോർഡിൽ Ctrl+C അല്ലെങ്കിൽ F10 കീ പ്രസ് ചെയ്യുക. പിന്നെ ഇപ്രകാരം കുറച്ച് പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് റൂട്ട് പ്രോംപ്റ്റ് ഇതേപോലെ ലഭ്യമാകും. സ്റ്റെപ്പ് 2. റൂട്ട് അഥവാ // ഡയറക്ടറിയിലേക്ക് റീഡ് റൈറ്റ് ആവശ്യത്തിന് വേണ്ടി മൗണ്ട് ചെയ്യൽ. ഇപ്പോൾ ലഭ്യമായ റൂട്ട് ഡയറക്ടറിയിൽ റീഡ് റൈറ്റ് പെർമിഷൻ ലഭ്യമാക്കാൻ മൗണ്ട് സ്പേസ് ഗ്രപ്പ് സ്പേസ് -w സ്പേസ് // ഇതേ രൂപത്തിൽ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റിൽ അഡ്മിൻ അഥവാ സൂപ്പർ യൂസർക്ക് റീഡ് റൈറ്റ് പെർമിഷൻ ലഭ്യമായി കഴിഞ്ഞു. സ്റ്റെപ്പ് 3. റൂട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യൽ. റൂട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുകയാണ് അടുത്ത പ്രവൃത്തി. അതിനായി നമ്മൾ നേരത്തെ റീഡ് റൈറ്റ് പെർമിഷൻ സെറ്റ് ചെയ്ത ഈ കാണുന്ന പ്രോംപ്റ്റിൽ വെറും passwd എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. തുടർന്ന് നമ്മൾ പുതിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. റീടൈപ്പ് പാസ്വേഡ് എന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടി കൺഫർമേഷന് വേണ്ടി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അഡ്മിൻ യൂസറുടെ പേര് നമുക്ക് അറിയാമെങ്കിൽ ഇതേപോലെയും കൊടുക്കാം. passwd my user. തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കൂ, ഇവിടെ മൈ യൂസർ എന്നത് ഈ കമ്പ്യൂട്ടറിന്റെ അഡ്മിൻ യൂസറാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണോ നിങ്ങൾ അഡ്മിൻ യൂസറായി കൊടുത്തിരിക്കുന്നത് അതാണ് passwd എന്ന കമാൻഡിന് അടുത്തായി കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ പുതിയ അഡ്മിൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. തുടർന്ന് ഇവിടെ പാസ്വേഡ് കൺഫർമേഷന് വേണ്ടി അതേ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യണം. ഇവിടെ ഞാൻ മൈ പാസ്വേഡ് എന്നാണ് പാസ്വേഡായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിൻ പാസ്വേഡ് മൈ പാസ്വേഡ് എന്നാണ്. ഒരു കാര്യം ഓർക്കുക, ലിനക്സ് പ്രോംപ്റ്റിൽ ഒരിക്കലും പാസ്വേഡ് ദൃശ്യമാകില്ല. ഓക്കെ, പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇവിടെ ലഭ്യമായി കഴിഞ്ഞു. ഇതോടെ സിസ്റ്റത്തിന്റെ അഡ്മിൻ പാസ്വേഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ സ്ഥിരമായി ലഭ്യമാകാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും ലഭ്യമാകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.